قال رسول الله صلى الله عليه وسلم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അജബൽ ലി അംരിൽ മുഅ്മിനി മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അതിശയമാണ് സ്വഹാബ അതിശയമാണ് സ്വഹാബ إذا أصابته السراء شكرا وإذا أصابته الضراء صبرا ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അതിശയമാണ് മുഅ്മിനിന്റെ കാര്യം അതിശയമാണ് എന്തുകൊണ്ടെന്നറിയുമോ ഇദാ സാബതു സറാഉ ശകറാ അവൻ ഈ ലോകത്ത് സന്തോഷകരമാകുന്ന കാര്യമുണ്ടായാൽ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുമേ റബ്ബിനെ നന്ദി പ്രകാശിപ്പിക്കുമേ വൈദാ അസാബതുൽ ളറാഉ സബറാ മുഅ്മിനായ മനുഷ്യന് മാനസികമായ പ്രയാസമുണ്ടായാൽ അവന്റെ ഭാര്യ മരണപ്പെട്ടാൽ അവളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയാൽ വാപ്പ മരിച്ചു പോയാൽ ഉമ്മ മരിച്ചു പോയാൽ മക്കള് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയാൽ അവള് ക്ഷമിക്കുമേ മുഅ്മിനിന്റെ കാര്യമാണിതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ദർസ് എടുത്തുകൊണ്ടിരിക്കെ ശിഷ്യന്മാര് വന്നുകൊണ്ട് പറയുകയാണ് അല്ലയോ ശൈഖ് അവറുകളെ സന്തോഷിക്കണേ ഇതാ ഒരു പൊന്നമോൻ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് ശൈഖ് അവറുകൾ പറയുകയാണ് അൽഹംദുലില്ലാഹ് ദർസ് തീരുമ്പോഴത്തേക്ക് അതേ ശിഷ്യൻ തന്നെ വന്നുകൊണ്ട് പറയുകയാണ് നേരത്തെ ധരിച്ചതാകുന്ന പൊന്നുമോനിതാ മരണപ്പെട്ടു പോയിരിക്കുന്നു മയ്യത്ത് കുളിപ്പിക്കണ്ടേ കഫൻ ചെയ്യണ്ടേ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മയ്യത്ത് കുളിപ്പിക്കുകയാണ് മയ്യത്ത് കഫൻ ചെയ്യുകയാണ് മയ്യത്ത് നിസ്കരിക്കുകയാണ് മയ്യത്ത് കൊണ്ടുവന്ന ഖബറിലേക്ക് വെക്കുകയാണ് സുബ്ഹാനല്ലാഹ് 35 മക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയത്രേ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കള് ചെറുപ്പത്തിലെ മരണപ്പെടുമ്പോ മുഖത്തടിക്കുന്ന പ്രിയപ്പെട്ട പെണ്ണെ കവിളത്തടിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് വാവട്ട് നിലവിളിക്കുന്ന പെണ്ണെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് പഠിക്കണേ ലൈസ മിന്നാ മൻ ളറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് സഹാബ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് സ്വഹാബത്തെ നമ്മളിൽ പെട്ടവനല്ല സഹാബ മുസ്ലിമിൽ പെട്ടവനല്ല ഈമാ പുൽകിയവനല്ല മല്ലറബൽ ഖുദൂദ് ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോ കവിളത്തടിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് കരയുന്നവരെ വശഖൽ ജുയൂബ് പോക്കറ്റ് വലിച്ചു കീറിക്കൊണ്ട് കോലാഹലം സൃഷ്ടിക്കുന്ന പെണ്ണെ മയ്യത്തെടുക്കുമ്പോൾ രോദനത്തോടുകൂടി എന്റെ ഇക്ക എന്ന് വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് അതിന്റെ പിറകെ ഇറങ്ങി ഓടുന്ന പെണ്ണെ മയ്യത്തിന്റെ മുഖത്ത് കടന്നുകൊണ്ട് ആർത്തട്ടഹസിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കരയുന്ന പെണ്ണെ ലൈസ മിന്നാ നമ്മളിൽ പെട്ടവന്റെ പ്രവർത്തനമല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മുഅ്മിനിന്റെ പരിപാടി എന്താ? الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. മുഅ്മിനായ മനുഷ്യന് മുസീബത്തുണ്ടായാൽ, മുഅ്മിനായ മനുഷ്യന് പ്രശ്നമുണ്ടായാൽ, അവന് മാനസികമാകുന്ന ബുദ്ധിമുട്ടുണ്ടായാൽ അവന് പറയണമേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് തന്നെയാണ് മടക്കമെന്നർത്ഥം വരുന്ന തർജീഇന്റെ പദം പറയണേ എന്ന് വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷാ ബീവിയും വീടിന്റെ കത്തലങ്ങളിൽ മങ്ങിയ വെളിച്ചത്തിൽ അരണ്ട ലൈറ്റിന്റെ പ്രകാശത്തിലിരിക്കുമ്പോ
വിളക്കണഞ്ഞു പോവുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറഞ്ഞു അത്രേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം ഇത് മുഅ്മിനുണ്ടായ മുസീബത്താണ്. മുഅ്മിനിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പറയേണ്ട വാക്കാണ്. ആയിഷ ബീവി ഉടനെ ചോദിച്ചു, നബിയേ, വിളക്കണഞ്ഞു പോയതിനും ഇസ്തിർജാ ഉണ്ടോ? വിളക്കണഞ്ഞു പതിനും ഇന്നാലില്ല ചൊല്ലണോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, മുഅ്മിനായ മനുഷ്യനെന്ത് മുസീബത്തുണ്ടായാലും എന്ത് പ്രയാസമുണ്ടായാലും അവൻ ചൊല്ലേണ്ടുന്ന പദമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ്, അനിവാര്യ ഘടകമാണ്. സന്തോഷം വരുമ്പോൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുക, നന്ദി പ്രകാശിപ്പിക്കുക, അൽഹംദുലില്ലാഹ്. ബുദ്ധിമുട്ടും പ്രയാസം വരും, ക്ഷമിക്കുക, അൽഹംദുലില്ലാഹ് പറയാൻ സാധിക്കും. അപ്പോഴേ രക്ഷപ്പെടുള്ളൂ. വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 49 മക്കളിൽ അല്ലാഹു കൊടുത്തത് 14 മക്കളെ മാത്രമാണ്. 13 ആണും എത്ര പെണ്ണും? ഒരു പെണ്ണും. എത്ര ആൺമക്കൾ ഉണ്ടായിരുന്നു? 49 മക്കളിൽ 27. എത്ര പെൺകുട്ടികളുണ്ടായിരുന്നു? 22. 27 പേരിൽ എത്ര പേരാ മരണപ്പെട്ടു പോയത് ചെറുപ്പത്തിലെ? നല്ല ശ്രദ്ധയാണ്, നല്ല ശ്രദ്ധ. 14 പേര്, 13 പേര് ബാക്കിയായി. ഞാൻ വീണ്ടും വേണ്ടി ചോദിക്കുന്നതിനാണ്, അടുത്ത കൊല്ലവും പിന്നെ ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുന്നു. നമുക്ക് ഓൾറെഡി പഠിച്ചങ്ങ് പോയാൽ പിന്നെ കഴിഞ്ഞു. ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് പണ്ട് സ്കൂളിൽ പോയിരിക്കുന്നവർ ഇപ്പോഴും ഇരിക്കാതെ നല്ലപോലെ ശ്രദ്ധ കൊടുക്കുക. ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചർ A+B എപ്പോഴും ഹാജിയാർ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ആ ഇരുത്തം തന്നെ, അത് പറ്റൂല. അല്ല, ശരിക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ, നമ്മളെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. 27 ആൺമക്കളിൽ 14 പേര് ചെറുപ്പത്തിലെ മരിച്ചു, 13 പേരാണ് ബാക്കിയായത്. 22 പെണ്ണുങ്ങളിൽ 21 മരിച്ചു, ഒരൊറ്റ പെണ്ണ് മാത്രം ബാക്കി. അപ്പൊ ഒരു പെണ്ണും 13 ആണും 14 പേര് ബാക്കി, 35 പേരും ചെറുപ്പത്തിലെ മരിച്ചു. വളരെ എളുപ്പമാണ്, അതൊന്ന് കണക്കൊന്ന് ശരിക്കെന്ന് വെച്ചാൽ. വഹീദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിച്ചിട്ട് പിന്നെന്താ ഭാര്യ മക്കളുമായിട്ട് കൂടിയോ? അല്ല, അദ്ദേഹം ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി നിന്നു. പഠിച്ചത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? 32 കൊല്ലം പഠിച്ച ഇൽമ ചെറിയ ഓത്തല്ല ഓതാൻ പോയത്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ഇന്ന് നാട്ടിൻപുറത്ത് എത്ര കൊല്ലം മതി? ഒരു 6 കൊല്ലം, 7 കൊല്ലം, 8 കൊല്ലം, അങ്ങേറ്റം പോയ 10 കൊല്ലം. അത് തന്നെ എപ്പോ ഓതാൻ പോയാലും ആള് നാട്ടിലുണ്ടാവും. എപ്പോ ആഴ്ച നോക്കുമ്പോൾ ഇവൻ ഇവിടെ ഉണ്ട്. ഇവൻ ഓതാൻ പോകുന്നില്ല, ഇവിടെ ഉണ്ട്. എന്താ നമ്മൾ ലീവാണ്? അതെ, ലീവാണ്. മാസത്തിൽ ഇതല്ലാതെ കൂടെ വേറെ ലീവുണ്ട്. ഈ കൊലത്തിലുള്ള ഓത്ത മക്കളെ ഓതാൻ കൊണ്ട് വിടുന്നു. ഇവിടുന്ന് ബേക്കരി കൊണ്ട് വിട്ടു, ഇല്ലെങ്കിൽ കാസർഗോഡ് കൊണ്ട് വിട്ടു, ചമ്മാട് ദാറുൽഹുദയിൽ കൊണ്ട് വിട്ടു, പല സ്ഥാപനങ്ങളിൽ കൊണ്ട് വിട്ടിട്ട് വാപ്പ വീട്ടിൽ വരുമ്പോഴത്തേക്കും കോളിമ്മലടിക്കുമ്പോ ഇവനാ കഥ തുറക്കുന്നു. അപ്പൊ സുഖം തന്നെയല്ലേ, ബാ കയറി വാ, ചായ ഇട്ട് ഒരു കുലുക്കി സമ്പത്ത് തന്നാ മതി മോനെ എന്ന് പറയും. കാരണം എന്താ? ഓനെ ഒളിച്ചോടി വന്നിരിക്കുക. അത്ര കുരുത്തക്കേടാണ് നമ്മുടെ മക്കള്. ഓതാൻ വിട്ടതാ, അതിനുമുമ്പ് ഇങ്ങ് തിരിച്ചു വന്നു. പക്ഷെ മൊഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് വല്ല തിരിച്ചു വരവുണ്ടോ? ഒരു വരവില്ല. 32 കൊല്ലം അവിടെ ബഗ്ദാദിൽ തന്നെ ഇന്ന് പഠിക്കുക. അതിന്റെ അർത്ഥം ദൂരെ വിടണോന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇൽമു പഠിക്കാൻ വിടുമ്പോൾ കുറച്ച് ദൂരെ വിടണം. എന്റെ മോനെ കാണണേ, എന്റെ മോനെ കാണണമെന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ട് തന്നെ ഇരുന്നു. എന്നാ പിന്നെ വീട്ടിൽ വെച്ചാൽ പോരെ, ഇതിനെ പുറത്തോട്ട് കൊണ്ടുപോയി നല്ല ഒരു ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുപോയി വിടണം. നല്ല സ്വാലിഹായ അദ്ദേഹം കൈകാര്യം ചെയ്തു. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും നല്ല സ്വതക്ക നിയ്യത്ത് ചെയ്ത് കൊടുക്കും. നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാകണം. ഈ നേർച്ചയുടെ ബർക്കത്തുണ്ട്. നല്ല നിയ്യത്ത് കൊടുക്കും. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലോപത്തുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സർവ്വത്തുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ.
ഈ സദഖ കാരണമായി പാരത്രിക ലോകത്ത് വിജയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തതി സഉംബിക മജ്മൂഇഹാ ബിബയാനി ذكاء وحرص واصطبار وبلغة وإرشاد أستاذ وطول زماني. ആറ് കാര്യങ്ങളില്ലാതെ സഹോദര ഇൽമു കിട്ടുകയില്ല. മക്കളെ വെറുതെ ഓതാൻ കൊണ്ട് വിട്ടിട്ട കാര്യമില്ല. ഉസ്താദ് ഇവൻ പഠിക്കുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. ആറ് കാര്യങ്ങൾ വേണേ എങ്കിലേ ഇൽമു കിട്ടുകയുള്ളൂ. ഒന്നാമത് വേണ്ടത് നല്ല ബുദ്ധിയാണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ തോക്കുമ്പോ നേർച്ചയാക്കുക, അവനെ ഓതാൻ വിട്ടേക്കാൻ. ഒടിഞ്ഞതും മുറിഞ്ഞതും മമ്പുറത്തിന്റെ വാതിക്കെ കൊണ്ടിരുത്തുന്ന പോലെ അതാ നമ്മുടെ ഒരു പരിപാടി. 10ാം ക്ലാസ്സിൽ തോറ്റ് കഴിയുമ്പോഴത്തേക്കും ഉസ്താദേ ഇവനെ നന്നാക്കണം, ഭയങ്കര കുരുത്തം കേട്ടവനാണ്. 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ വാങ്ങിച്ചവനോ പിന്നെ മദ്രസ നിർത്തി. എല്ലാം വേണ്ട, മതി, എന്റെ പൊന്നുമോൻ ഇനി ഇതിന്റെ പുറകെ വെക്കോ ഓതിക. നമ്മുടെ അവസ്ഥയാണ് ഈ പറയും. നമ്മുടെ അവസ്ഥ നമ്മള് പിന്നെ അവന് ദീൻ കൊടുക്കൂല, പിന്നെ അവന് ദുന്യാവിന്റെ പിറകെ വിടുക. എന്നാ ബുദ്ധിയും ബോധമുള്ളവനല്ലേ ദീൻ കൊടുക്കേണ്ടത്. എന്നാ അവൻ എന്തൊക്കെ കാര്യങ്ങൾ ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ നല്ല ഇംഗ്ലീഷും നല്ല രീതിയിൽ ഉറുദുവും ഭാഷകൾ മുഴുവനും ബഹുഭാഷ മുഴുവനും കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നല്ല ഒരു കുട്ടിയെ നമ്മുടെ നാടിനെ സമർപ്പിക്കാൻ കഴിയുമോ? കഴിയണമെങ്കിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം വരുന്ന കുട്ടി വേണം. ഇൽമിന് പറഞ്ഞു 10ാം ക്ലാസ്സിൽ തോറ്റു കഴിയുമ്പോൾ നേർച്ചയാക്കുക, അങ്ങനെ നമ്മൾ ഇന്നടുത്തേക്ക് വിട്ടേക്കാം. പിന്നെ അവൻ എങ്ങനെ നന്നാവും? 10 ദിവസം പോയി ഓതിയിട്ട് 3ാം ദിവസം ഉസ്താദിന്റെ വള്ളി നിക്കറും അടിച്ചുകൊണ്ട് പോക്കറ്റിൽ കിടന്ന പൈസ അടിച്ചുകൊണ്ട് ഹൈവാനെ ഒളിച്ചു വന്നു. എന്നിട്ട് പറയും ഉസ്താദിന്റെ കുരുത്തക്കേട് വാങ്ങി നാട്ടുകാരെ കുഞ്ഞി ഒരു കാലത്ത് ഗുണം പിടിക്കൂലടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശാപവാക്ക്. എന്ത് കാര്യം? സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് നല്ല ബുദ്ധി ഉണ്ടാവണം. പഠിക്കാൻ പോകുമ്പോ നല്ല ക്ഷമ വേണം. ഒരുപാട് കാലഘട്ടം പഠിക്കണം. വൈറഷാദ് ഉസ്താദിൻ, നല്ല ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട് വേണം പഠിക്കാൻ. നല്ല ഉസ്താദിനെ തിരഞ്ഞെടുക്കണം. എത്രയോ ഉസ്താദന്മാരുണ്ട്, എത്രയോ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. പറഞ്ഞു വിടുന്ന സ്ഥാപനം വെറുതെ ഒരു ആഴ്ച നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്. നല്ല സ്ഥാപനം അത് എത്രയോ നമുക്ക് അന്വേഷിച്ച് വൃത്തിയുള്ള നല്ലൊരു ഉസ്താദിന്റെ അടുക്കൽ വേണം ഇൽമു നേരാൻ. ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രക്ഷിതാക്കളോടാണ് ഈ പറയുന്നത്. വൈദ്യശേഖർ റളിയല്ലാഹു പോയി അദ്ദേഹം തന്നെ തേടി കണ്ടുപിടിച്ചു. കാരണം 18 വയസ്സുണ്ട്, ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്, നല്ല തന്റേടുണ്ട്. ഓരോ ഉസ്താദുമാരെ പോയി കണ്ടു. അക്കാലഘട്ടത്തിലൊക്കെ മുഴുവൻ സൂഫിയാക്കളാണ്. അവരെ പോയി കണ്ടു. ഓരോ ഉസ്താദുമാർക്കും ഓരോ ഫന്ന് വീതം പഠിച്ചു എല്ലാ ശാഖോപശാഖകളിലും മുങ്ങി കുളിച്ചു. എല്ലാം പഠിച്ചു. 32 കൊല്ലം പഠിച്ചു. 32 കൊല്ലം പഠിച്ച ഇൽമ 40 കൊല്ലം എടുത്തു പഠിപ്പിക്കാൻ. ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി 40 കൊല്ലം ദറസെടുത്തു. മുദരിസായി നിലകൊണ്ടു. മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഏതെങ്കിലും മക്കാമി പോയിരുന്നിട്ട് പച്ച പൊതിച്ച് പച്ച തലയെക്കെട്ടും കെട്ടിയിട്ട് കയ്യിൽ തസീം പിടിച്ചിട്ട് യാഹൂ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് ആരും കരുതണ്ട. ഇതാള് വേറെയാണ്, വേറെ ലെവലാണ്. കുട്ടികൾ പറയുന്ന പോലെ മരണമാസാണ് ആര്? ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. ആളൊരു സംഭവമായിരുന്നു. പഠിക്കണം, നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാണ്. 40 കൊല്ലം ദറസെടുത്തു ആര്? മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. 40 കൊല്ലം. അതിൽ അദ്ദേഹത്തിനടുക്കൽ വരുന്ന ശിഷ്യന്മാരെങ്ങനെ നിർത്തും? 70 പേരെ വലത്തും 70 പേരെ ഇടത്തും നിർത്തും. വലത്ത് നിന്ന് ഇടത്തോട്ട് ഇങ്ങനെ നോക്കുകയുള്ളൂ. ഹൃദയത്തിലേക്ക് പ്രകാശം ചെല്ലാൻ അവരുടെ ഹൃദയം അപ്പോൾ തന്നെ ഉള്ള കറകൾ മാറ്റപ്പെടുന്നു. ഹൃദയം സംശുദ്ധമാകുന്നു. വിലായത്തിന്റെ പട്ടത്തിലേക്ക് അവർ മാറുന്നു. നോക്കലോടുകൂടി ശിഷ്യന്മാരെ നോക്കിയാൽ മതി. അദ്ദേഹം പ്രസംഗിക്കും. മുഹിയുദ്ദീൻ ഷെയ്ഖ് പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ കുറഞ്ഞത് 1000 പേരെങ്കിലും പ്രസംഗം കേട്ട് ബോധം കെട്ട് വീഴും. നമ്മളൊക്കെ അത് പറഞ്ഞാൽ കുറഞ്ഞത് 1000 പേരെങ്കിലും നല്ലപോലെ കിടന്ന് ഉറങ്ങും. അതാണ് നമ്മുടെ പറയും വ്യത്യാസം. നമ്മൾ വാത് കഴിയുമ്പോഴത്തേക്ക് സാഹസം നോക്കുമ്പോൾ ഒരു 10 പേരെങ്കിലും ഉറങ്ങിയിട്ടുണ്ടാവും. ഒക്കെയാണ് ആ പ്രസംഗത്തിന്റെ. അതായത് കൽബിൽ നിന്ന് കൽബിലേക്ക് പോവാണത്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോവാൻ. അത് കാലഘട്ടം കഴിയുന്നതോറും കുറഞ്ഞു കുറഞ്ഞു വരും, വിജ്ഞാനം കുറയും. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ 91 വയസ്സാണ്. റബീഉൽ ആഖിർ 11 ഈ ലോകത്ത് നിന്ന് 561 വിട പറയുമ്പോൾ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് 91 വയസ്സാണ്.
അതൊക്കെയാണ് വിലായത്തിന്റെ പട്ടം എന്ന് പറഞ്ഞാൽ. അതാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ നിനക്ക് അത്തരത്തിലുള്ള ആളുകളെ പോലെ ആകണോ? മഹത്തുക്കളുടേതാകുന്ന ചരിതങ്ങൾ കേട്ടിട്ട് എനിക്കും അതുപോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരെ, നിനക്കും സാധ്യമാകും. നിന്റെ ഈമാനെന്ന് ഉറപ്പിക്കണേ, ഉറപ്പിക്കണേ. ഈമാനെന്ന് ആദ്യം ഉറപ്പിക്കും. ആദ്യം ഒന്ന് ഉറച്ചു നിൽക്കും. നിനക്ക് അതിനുള്ള പൊടിക്കൈകൾ നബിതങ്ങൾ പഠിപ്പിക്കാം. قال رسول الله صلى الله عليه وسلم ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അർബഅത്തും മിൻ കൻസി ദുനിയാ, ഈ ദുനിയാവിലെ 4 നിധികളുണ്ട് സാബ, 4 നിധികളുണ്ട് സാബ. ഈ ദുനിയാവിലെ 4 നിധികളുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. അതേതൊക്കെയാ? അതറിയോ ഉസ്താദേ? സ്വർണം, വെള്ളി, അതൊന്നുമല്ല, ഒക്കെ നമ്മുടെ കണക്കാണ്. അതൊന്നുമല്ല ദുനിയാവിലെ നിധികളെന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തിയത്. നല്ലതുപോലെ പഠിച്ചോ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അർബഅത്തും മിൻ കൻസി ദുനിയാ, ഈ ദുനിയാവിലെ 4 നദികളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ലിസാനു ദാകിർ, ആദ്യമായി പ്രവാചകൻ ഉറപ്പെടുത്തിയത് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവാണ്, നാവാണ്. അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവ് ഏത് വ്യക്തിയുടെ കൈവശമുണ്ടോ, ഈ ലോകത്താരുടെ കൈവശമുണ്ടോ, ഏത് പുരുഷന്റെ കൈവശമുണ്ടോ, ഏത് ഉമ്മമാരുടെ കൈവശമുണ്ടോ, ഈ ദുനിയാവിലെ ഒന്നാമത്തെ നിധി അവൻ എത്തിച്ചു എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒന്നാമത്തെ നിധി അവന്റെ കൈവശമുണ്ടാവും. എന്ത് വേണം? അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലുന്ന നാവ് നമ്മുടെ കൈവശമുണ്ടായാൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലുന്ന നാമം നമ്മുടെ കൈവശമുണ്ടോ? റബ്ബിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലിയ നാള് എന്നാ സഹോദരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഖുർആൻ ഓതലില്ല, നമസ്കാരമില്ല, നമസ്കാരത്തിൽ പോലും അലസത. ഫ്രണ്ടിൽ ഇങ്ങനെ ക്ലോക്ക് തൂക്കിയിട്ടിരിക്കുക, വലിയ ഘടികാരം, അതിലേക്ക് ഇങ്ങനെ നോക്കുക. പഠിച്ചവനെ മുസ്ലിയാര് ഇതൊക്കെ ഓതിക്കൊണ്ടെന്ന് എപ്പോ തീരും, പഠിച്ചവന് സമയം പോകുന്നില്ല. നമസ്കാരത്തിൽ പോലും അലസത. കുക്കറിൽ സാധനം ഇട്ടിട്ട് വന്നിരിക്കുക, ഇറച്ചി ഇട്ടിട്ട് വന്നിരിക്കുക, തീ കുറച്ച് വെച്ചിട്ടാ പെണ്ണുങ്ങൾ വന്ന് കൈ കെട്ടുന്നത്. ഓരോ ഫിസിലടിക്കുമ്പോ ഓരോ ഞെട്ടല. കാരണം ഇത് വെന്തളിഞ്ഞു പോയാൽ ഇച്ഛ എന്നെ ഇട്ടേക്കൂല പഠിച്ചവനെ. വേഗം തന്നെ നിസ്കാരം കഴിച്ചിട്ട് അങ്ങോട്ട് പോകണം. നിയത്ത് മുഴുവൻ അവിടെയാണ്, ശ്രദ്ധ മുഴുവൻ അവിടെയാണ്. ഇവിടെ കൈ കെട്ടി നിൽക്കുക. 4 റക്അത്ത് ഇശാസ്കരിക്കാൻ കയറിയതാണ്. ഓരോ ഫിസിലടിക്കുമ്പോ ഓരോ ഞെട്ടലാണ്. പഠിച്ചവനെ 6 എണ്ണം അടിച്ചു കഴിയുമ്പോൾ ഇത് വേവും. പഠിച്ചവൻ ഇപ്പൊ തന്നെ 7 എണ്ണം കഴിഞ്ഞല്ലോ എന്നുള്ള ചിന്താഗതിയാണ്. അഥവാ അതിലിപ്പോ ഒരു ശ്രദ്ധയില്ല, ഒന്നിനും ശ്രദ്ധയില്ല. ദിക്ർ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഏത് ദിക്റാ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുവരുന്നത്? ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്ന പതിവ് നമുക്കുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ? മുസ്ലിമീങ്ങളാകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോട് ആരെങ്കിലും പറയാൻ, ഉസ്താദുമാരൊക്കെ ചിലർ വന്ന് ഇജാദത്ത് വാങ്ങും. വലിയ വലിയ സാലിഹ്യങ്ങളെ കാണുമ്പോൾ, സമസ്തയുടെ പണ്ഡിതന്മാരെ കാണുമ്പോൾ, ഉസ്താദ് എനിക്ക് എന്തെങ്കിലും താ എന്ന് പറയും. ഉസ്താദ് കൊടുക്കും, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിക്കോ, 100 സ്വലാത്ത് ചെല്ലിക്കോ. അവ പറയുന്ന മറുപടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ 150 200 ഒക്കെ ചെല്ലുന്ന ഉസ്താദെ, എല്ലാം ഇഷ്ടം പോലെ ചെല്ലുക. എവിടെ ചെല്ലും? എടാ, നീ ചെല്ലുന്നതും ഇജാദത്ത് മുഖേന ശൈഖുനമാരുടെ കൈകളിൽ നിന്ന്, മശായിഖന്മാരുടെ കയ്യിൽ നിന്ന് ഇജാദത്ത് വാങ്ങി അനുവാദം വാങ്ങിച്ച് ചെല്ലുന്നതും രണ്ടും രണ്ടാണ്. മനസ്സിലാക്കണം. ചെല്ലുന്ന തന്നെ ഇല്ല. ചില സ്ത്രീകൾ വെറുതെ പറയും, ഞാനത് ചെല്ലുന്നുണ്ട്, 1000 സ്വലാത്ത് ചെല്ലുന്നുണ്ട്, 1000 കുല്ലൊന്നോ പോകുന്നുണ്ട്, പിന്നെ ഉറങ്ങാൻ എപ്പോഴാ നേരം? വെറുതെ അങ്ങ് പറഞ്ഞേക്ക, ഞാൻ 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, അങ്ങ് വിടല്ലേ, തള്ളല്. അങ്ങനത്തെ ആളുകളുണ്ട്. എന്തിനാവശ്യമില്ലാത്ത പരിപാടി. ദിക്ർ ഒരു വ്യക്തി ഏറ്റെടുക്കുന്നുണ്ട് എങ്കിൽ അത് ചെല്ലുകയും വേണം. അത് നല്ല നല്ല ആളുകളിൽ നിന്ന് ഏറ്റെടുക്കുകയും വേണം. ഒരുപാട് തരുമ്പോൾ പറയുകയും വേണം, എനിക്ക് ഇത്രയും പറ്റൂല, ഒന്ന് കുറച്ച് തന്നിരുന്നെങ്കിൽ, അവിടുന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് കുറച്ച് തന്നാൽ മതിയായിരുന്നു. തരുന്നത് കൃത്യമായിട്ട് ചെല്ലണം, എങ്കിലേ പറക്കത്തുള്ളൂ. അങ്ങനെ വാങ്ങി ചെല്ലണം. നമ്മൾ ഇന്ന് വരെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ഒരു പള്ളിയിലെ മുസ്ലിയാരെ, ഒരു വാതു പറയുന്ന മുസ്ലിയാരെ കാണുമ്പോൾ നമ്മളെന്താ പറയാ? നെഞ്ചിന് വേദനയുണ്ട്, ഒന്ന് ദ്വാരനേക്കണേ. നെഞ്ച് റെഡിയായിട്ട് വേണം ഒരു പള്ളിയിൽ കയറും, ഇലക്ക് കയറും. അപ്പൊ നെഞ്ച് ബുദ്ധിമുട്ടായോണ്ട് ഇവനി വാതിന് തന്നെ വന്ന്, നെഞ്ച് റെഡിയായിരുന്നെങ്കിൽ പുറത്ത് നിന്നിട്ട് ഫൂ 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 ഇട്ടവനെ അടിച്ച.
നെഞ്ചിന് ചെറിയൊരു തുള വീണോണ്ട് അവനിവിടെ വന്ന് അള്ളാഹുവിന് വരുത്തി, പള്ളിയിൽ വരുത്തി. മുസ്ലിയാരോട് പറയുന്നു, കാളിയാരോട് പറയുന്നു, ഇല്ലെങ്കിൽ പടിവാതിക്ക വരൂല. യൂട്രസിൽ മുഴയുള്ളതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, കഴുത്തി മുഴയുള്ളത്. സ്ത്രീകൾ വരുന്നു, വാതിന് വരുന്നു, ദ്വാരക്കാൻ ലിസ്റ്റ് കൊടുത്തുവിടുന്നു. സാധേ ദ്വാരക്ക് രക്ഷപ്പെടുത്ത്, ക്യാൻസർ ഉണ്ട്, മാരകമായ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടൊന്ന് ദ്വാരക്ക് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു, അല്ലെങ്കിൽ ഈ ഭാഗത്തെ കൊണ്ട് എടുക്കൂല. അസുഖങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ മക്കാമുകളിലൊക്കെ നമ്മൾ നിത്യേന പോകുന്നത്. അല്ലെങ്കിൽ അവരൊക്കെ തള്ളി പറയും, ഇതൊന്നും ഒന്നുമില്ല എന്ന് പറയും. അനുഭവങ്ങൾ കൊണ്ട് തിരിച്ചറിയുമ്പോഴാണ് അവൻ ഏറ്റവും നല്ല ആത്മാർത്ഥ സുഹൃത്തായി മാറുന്നത്. അല്ലാഹു നമ്മളെ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ. നൽകിയിട്ടുള്ള രോഗങ്ങൾ അല്ലാഹു പരിപൂർണ്ണ ശമനം വരുത്തുമാറാവട്ടെ. ദിക്ർ നമ്മുടെ ജീവിതത്തിൽ കൈമുതലായി വേണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിനോട് തൂർ സീനാ പർവ്വതത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവേ എനിക്കൊരു ദിക്ർ നൽകണേ അല്ലാഹ്. ആരാണ് ചോദിക്കുന്നത്? സഹോദര, പ്രവാചകനല്ലയോ മൂസാ നബി? ഉലുൽ അസ്മിൻ്റെതാകുന്ന മൂന്നാമത്തെ ശ്രേഷ്ഠത പദവിയിൽ നിൽക്കുന്ന വ്യക്തിയല്ലയോ മൂസാ നബി അലൈഹി സലാം? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ എനിക്കൊരു പ്രത്യേകമായ ദിക്ർ നൽകണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ മൂസാ, രക്ഷപ്പെടുമേ രക്ഷപ്പെടുമേ എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് വീണ്ടും ചോദിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ ഇത് എല്ലാവരും ചൊല്ലുന്ന ദിക്റല്ലയോ, എനിക്ക് മാത്രമായി പ്രത്യേകമായ ഒരു ദിക്ർ നൽകണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയുകയാണ്, മൂസാ മൂസാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ മൂസാ, അതിന്റെ ശ്രേഷ്ഠതയോളം മറ്റൊരു ദിക്ർ വരികയില്ല എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. നമ്മളാണെങ്കിലോ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ്റുമോ? ആരായി ചോദിക്കുന്നത് മനസ്സിലാക്കണം. പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. അള്ളാഹ്ന്നുള്ള ചിന്ത ഇല്ലാത്തൊരു സമയം അവർക്കില്ല, എപ്പോഴും അള്ളാഹ്ന്നുള്ള ചിന്തയിലായിരിക്കുന്നത്. പക്ഷെ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് ചെല്ലാൻ ഒരു ദിക്ർ അള്ളാഹുയോട് തന്നെ ചോദിക്കാം, അള്ളാഹോട് തന്നെ ചോദിക്കാം. അപ്പൊ അള്ളാഹു കൊടുത്തെന്നാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കറക്റ്റ് ഒരു 100 എണ്ണം ഡെയിലി ചെല്ലുന്നുണ്ടോ സഹോദര സഹോദരി? ചിന്തിക്കുക. നമ്മൾ സുന്നത്തി ജമാഅത്തിന്റെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അജയ്യരായ പ്രവർത്തകർ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 100 എണ്ണം ചെല്ലുന്ന സാലിഹീങ്ങളാകുന്ന മക്കളില്ലാതെ പോയത്? പഴയ തലമുറയിൽ 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് വീട്ടിൽ ചെല്ലുമായിരുന്നു. മഗ്‌രിബിന് മുമ്പ് കുട്ടികളെ ചേർത്തിരുത്തിയിട്ട് ഉമ്മമാര് ചെല്ലുമായിരുന്നു. കാരണം അശുദ്ധി ഉണ്ടെങ്കിലും ശുദ്ധി ഉണ്ടെങ്കിലും അവർക്കത് പ്രശ്നമല്ല. അശുദ്ധിയുടെ സമയമാണെങ്കിലും ദിക്ർ ചെല്ലുന്നതിന് തടസ്സമില്ല. കൊച്ചു കുട്ടികളെ ചേർത്തിരുത്തിയിട്ട് വൈകുന്നേര സമയങ്ങളിൽ മഗ്‌രിബോട് അടുക്കുന്ന സമയത്ത് വീടിന്റെ അകത്തലങ്ങളിൽ നിന്നുകൊണ്ട് ദിക്ർ ചെല്ലുമായിരുന്നു. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇല്ല. ഒരു ദിക്റും ഒരു നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. ഒന്നിനുമില്ല. നിസ്കാരത്തിന് ശേഷമുള്ള ദുആ ആരെങ്കിലും പ്രാർത്ഥന കൽപ്പിക്കുന്നവരുണ്ടോ? ഇപ്പോഴും എഴുന്നേൽക്കുന്ന സുന്നികളിൽപ്പെട്ടവരില്ലേ? സുസുന്നിയാണ്, എല്ലാത്തിലും അവനുണ്ട്. അതീബ് മോലും നേർച്ചയിലും ആള് ഭയങ്കര കൊട പിടിക്കുന്ന ആളാണ്. പക്ഷെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ഫ്രണ്ടിൽ മോദിന്റെ നെഞ്ചത്ത് ഒരു ചവിട്ട്, സാറിന്റെ ബായിക്ക് ഒരു ചവിട്ടും ചവിട്ടിക്കൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി ഓടുക. ഫ്രണ്ടിൽ നിൽക്കാനും ഭയങ്കര ഇടിയായിരുന്നു. എന്നിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോ ചില കളവന്മാരുടെ പല്ലിനിടയിൽ പല്ല് ഇല്ലാത്തതുപോലെ അവിടെ നിന്ന് ഇവിടുന്ന് ഫ്രണ്ട് സാഫ് ഇങ്ങനെ കിടക്കുക. എഴുന്നേറ്റ് പോയേക്ക് ഒരു അലസത. എന്നിട്ട് പിന്നെ അസറിന് വന്നിട്ട് ഉസ്താദിനോട് പറയാ, ഉസ്താദെ വീട്ടിൽ കള്ളം കേറിയില്ലേ? ആയിഷല്ലോ, നന്നായി പോയി, അല്ലാഹു ആക്കട്ടെ. അസറിന് വന്നിട്ട് പറയാം, ഉസ്താദെ കടയിൽ കള്ളം കേറി, പൈസ എല്ലാം പോയി. നീ പിന്നെ എന്തിനാ അങ്ങോട്ട് ഓടിയത്? ഇവിടെ ഇരുന്ന് ദിക്ർ എല്ലാം വരാൻ, ഇവിടെ ഇരുന്ന് ദിക്ർ ചെല്ലാൻ മേലായിരുന്നു. അല്ലാഹുവിനെ ഓർക്കണ്ടേ? എങ്കിലല്ലേ പടച്ചറപ്പ് നിന്റെ കാര്യങ്ങളെ പരിഗണിക്കുകയുള്ളൂ.
ആദരവായ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സുബഹി നമസ്കാരം കഴിഞ്ഞുകൊണ്ട് ധൃതി പിടിച്ച് ഓടിയതാകുന്ന സ്വഹാബിയെ അല്ലാഹുവിന്റെ റസൂൽ പിന്നീട് വിളിച്ചിട്ട് കാര്യം തിരക്കി. എന്തിനാണ് അബൂ ദുജാന നീ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഓടിയത്? നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റുകൾ ശ്രദ്ധിക്കാത്തതെന്താ? അബൂ ദുജാന റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വീട് നിൽക്കുന്നത് തൊട്ടപ്പുറത്തതാകുന്ന പറമ്പ് ഒരു ജൂതന്റേതാകുന്ന ഈന്തപ്പന തോട്ടത്തിന്റെ അരികിലാണ്. അദ്ദേഹത്തിന്റെ ഈന്തപ്പന തോട്ടത്തിലെ ഈന്തപ്പഴം രാവിലെ അത് കായ്ച്ചിട്ട് അതിൽ നിന്ന് പഴുത്തത് എന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന് വീഴും. എന്റെ മക്കള് തലേന്ന് രാത്രി പട്ടിണിയാണ്. ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾ, ഒരു ദിവസം ഞാൻ സുബഹി നമസ്കരിച്ചിട്ട് ദിക്റും ഔറാദും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ ഇളയ മകനിതാ ആ ഈന്തപ്പനത്ത് എടുത്ത് വായിലെടുത്ത് വെച്ച് ചവയ്ക്കുന്നത് ഞാൻ കണ്ടു. ഓടിച്ചെന്ന് കൈയിട്ടിളക്കിയിട്ട് അതിങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് ഞാൻ ഇട്ടു. കാരണം ഹറാമായ ഭക്ഷണമാണ് ഇവൻ കഴിച്ചത്. എന്റെ മകന് പട്ടിണി കിടന്ന് മരിച്ചാലും മറ്റൊരുത്തന്റെ പറമ്പിൽ നിൽക്കുന്ന ജൂതനായ വ്യക്തിയുടെ അനുവാദമില്ലാതെ കഴിക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി എനിക്കുള്ളത് കൊണ്ട് ഈ സുബഹി നമസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് ഞാൻ കളഞ്ഞിട്ടില്ല. സുബഹി കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട മക്കള് വിശപ്പോടുകൂടി കിടന്ന മക്കള് രാവിലെ പ്രഭാതത്തിൽ പട്ടിണി മൂലം അവർ എഴുന്നേറ്റ് നോക്കുമ്പോ മുറ്റത്ത് വീണ് കിടക്കുന്ന ഈന്തപ്പനം കാണുമ്പോ ആ മക്കളെടുത്ത് വായിലിടാതിരിക്കാൻ ദാരിദ്ര്യത്തിലമർന്ന എന്റെ പ്രിയപ്പെട്ട മക്കളെ സംരക്ഷിക്കാനാണ് നബിയെ ഞാൻ ദിക്റിനിരിക്കാതെ ഓടിയത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാ. നമുക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ദിക്ർ കഴിഞ്ഞ് ഖുർആൻ ഖത്തം തീർത്തിട്ട് വീട്ടിൽ ചെന്നാലും ഹയവാൻ എഴുന്നേറ്റിട്ടുണ്ടോ? മോൻ ഊർക്കം പരിച്ചുറക്കുമായി ഹത്ത ഓതിയിട്ട് അതെല്ലെന്ന് പള്ളിയിൽ നിന്ന് ഇവിടെ കഴിഞ്ഞ് 9:30 ആകുമ്പോ അങ്ങോട്ട് ചെന്നാലും വീണ്ടും കിടക്കും. ഇതാ നമ്മുടെ മോൻ. എന്റെ അവന് പിന്നെ എഴുന്നേറ്റ വണ്ണ നല്ല വെള്ളം സർബത്ത് എന്താ മോനെ വേണ്ട ബോൺവിറ്റ കലക്കി തരട്ടെ വാപ്പ. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. ഇതൊക്കെ പറയണ്ടേ? നമ്മുടെ മക്കൾ വല്ല ദാരിദ്ര്യം അറിയുന്നുണ്ടോ? വല്ല വിഷമം അറിയുന്നുണ്ടോ? വല്ല പട്ടിണി അറിയുന്നുണ്ടോ? കുഴിമന്തി കടച്ചിട്ട് കടക്കണവൻ കുഴി പോകുമെന്നുള്ള ഒരു ചിന്തയില്ല. സുബഹി നമസ്കാരം ഇല്ല, ദിക്റില്ല, ഔറാദില്ല, ചാടി ഇറങ്ങാൻ. നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ പ്രായമുള്ളവരെക്കാളും വലിയ പ്രശ്നമാണ് ചെറുപ്പക്കാര്. ചാടി ഭിത്തിയിലോട്ട് പോയി ചാടി കാലൊക്കെ നീട്ടി വെച്ചൊരു ഇരിപ്പുണ്ട്. അവൻ ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇവനെന്തോ ഹത്ത് ഓതിയിട്ട് വന്നിരിക്കുന്നത് പോലെ ഒറ്റ കാലിൽ നിന്നിട്ട് ഹത്ത് ഓതി പോലെ ഉണ്ട്. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എന്താണ് ഈ കാട്ടിക്കൂട്ടൽ? എന്ത് പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? നമുക്ക് വല്ല പട്ടിണിയോ പരിവട്ടോ വല്ല പ്രശ്നങ്ങളോ ഉണ്ടോ ജീവിതത്തിൽ? സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ദിക്ർ ചൊല്ലാൻ മടിക്കുന്നത്? അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ അസ്ഹലു ത്വരീഖി ഇലല്ലാഹ്. അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനല്ലയോ? റസൂലുള്ളാഹിക്ക് പ്രിയപ്പെട്ടതാകുന്ന മരുമകനല്ലയോ? ഫാത്തിമ ബദഅത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിച്ചതല്ലയോ അലിയൻ കറമല്ലാഹു വജ്ഹാ. അലി റളിയല്ലാഹു തആല ജീവിതത്തിൽ സൂക്ഷ്മത വെച്ച മഹാനാ, ജീവിതത്തിൽ വലിയ സൂക്ഷ്മതയുള്ള മഹാനാ. തന്റെ ശത്രുവിനെ നിലത്തടിച്ചിട്ടു അവന്റെ കഴുത്തിൽ കയറിയിരുന്ന് കഴാര കൊണ്ട് കഴുത്തിൽ കുത്താ തുനിയവേ ശരത്തുയിതാ അലി റളിയല്ലാഹു അൻഹു മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പോയാ തുപ്പിട്ട് കൊടുത്തു. അലി റളിയല്ലാഹു മുഖത്ത് ഒത്തോടിങ്ങനെ ഒലിക്കുക. അദ്ദേഹം കത്തി കയ്യിലിരിപ്പുണ്ട്. ആളെ നിലത്തടിച്ചിട്ട് കഴുത്തി കയറിയിരിക്കുക. കുത്തൻ ഇങ്ങനെ കൊണ്ട് ഓങ്ങിയപ്പോഴാണ് ഇവ തുപ്പിയത്. ചാടി എഴുന്നേറ്റു. തലയ്ക്കല്ല ഓളമല്ലേ?
ശത്രുവിനെ അടിച്ച് നിരത്ത് കിടത്തിയിട്ട് അവന്റെ മുതുകത്ത് കയറി ഇരുന്നു കൊണ്ട് അവനെ കത്തി കൊണ്ട് കുത്താൻ തുനിയവേ, കാഫിറായ ഈ മനുഷ്യനെ കുത്താതെ എന്തിനാ പറഞ്ഞു വിട്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവനൊരു അടവ് പ്രയോഗിച്ചു, എന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. ആ തുപ്പിയ സമയത്തെങ്ങാനും ഞാൻ അവനെ കുത്തുകയാണ് എങ്കിൽ കുത്തിയതിന്റെ ദേഷ്യം കാരണം ഒരൽപ്പം മുറിവ് ഒരാഴത്തിൽ ഒരിഞ്ച് കൂടിപ്പോയാൽ നാളെ പടച്ചിറപ്പിന്റെ ദർബാറിൽ അള്ളാഹു എന്നോട് അതിനെക്കുറിച്ച് ഹിസാബിടൂലേ. ഞാനും അവനുമായിട്ടുള്ള പ്രശ്നം എന്നെ തുപ്പിയതിന്റെ ദേഷ്യം തീർക്കലല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് ഇവൻ കടന്നു വരാത്തതിന്റെ പേരിലാണ് ഞാൻ ഇവനെ കുത്താൻ നിൽക്കുന്നത്. അവനെ അടിച്ചു നിലത്തിട്ടത് നിലംപരിശാക്കി അവന്റെ മുതുകത്ത് കയറിയിരുന്നു കൊണ്ട് കുത്തവേ അവൻ എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയപ്പോ ആ തുപ്പിയതിന്റെ ദേഷ്യത്തിലെങ്ങാണം ഞാനൊന്ന് ആഞ്ഞുകുത്തിയാൽ ഒരിഞ്ച് അളവെങ്ങാണം മുറിവ് എന്നെ തുപ്പിയതിന്റെ ദേഷ്യത്തിലെങ്ങാണം ആഴത്തിലേക്ക് പതിഞ്ഞാൽ നാളെ പടച്ചിറപ്പിന്റെ ദർബാറിൽ എന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധ്യം കൊണ്ടാണ് ഞാൻ മാറിയത് എന്ന് അലി റളിയല്ലാഹു അൻഹു.